എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നിവിടെ പപ്പടം വെച്ചുള്ള ഒരു മെഴുക്ക് പുരട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പപ്പടമൊക്കെ 10 പപ്പടം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഇതേ രീതിയിൽ ഇതൊന്ന് മുറിച്ചെടുക്കാം. ഇതേപോലെ എല്ലാ പപ്പടവും ഒന്ന് മുറിച്ചിടാം. കണ്ടില്ല, ഞാനിവിടെ 10 പപ്പടം മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് പപ്പടം അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ നന്നായിട്ടിതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതങ്ങ് കോരി മാറ്റാം. അടുത്തായിട്ട് നമുക്ക് ഇതിനാവശ്യത്തിനുള്ള സവോള എടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. സവോള ഇല്ലെങ്കിൽ ചെറിയ ഉള്ളി ആയാലും മതി. ഞാൻ ഇവിടെ സവോള നന്നായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് നമുക്ക് സവോള ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഒരു 3 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക് ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോള ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇതിലേക്ക് നമുക്ക് സവോളയ്ക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പപ്പടത്തിനകത്ത് ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ അധികം ചേർക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പൊടികൾ മുളക് പൊടിയും നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നെയ്യ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നെയ്യ് ഒഴിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ കിട്ടും. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് പപ്പടം ഇട്ട് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പപ്പടം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് പപ്പടമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒന്ന് പപ്പടത്തെ പിടിക്കുന്ന വരെ നമുക്ക് ഇതേപോലെ ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, വളരെ പെട്ടെന്ന് തന്നെ ആക്കാവുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണ് പപ്പടം വെച്ചുള്ള മെഴുക്ക് പുരട്ടി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതിനുശേഷം നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം.